നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: എ പേഷ്യന്റ് വിത്ത് സ്പൈനൽ ഷോക്ക് ഈസ് അറ്റ് റിസ്ക് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്? ഓപ്ഷൻസ്: ഹൈപ്പർകലീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പർനട്രീമിയ, ഹൈപ്പോനട്രീമിയ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഈ പരാലിസിസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫ്ലാസിഡ് പരാലിസിസ് ആണ്, അതേപോലെ സ്പാസ്റ്റിക് പരാലിസിസ് എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് ഉണ്ട്. ഫ്ലാസിഡ് പരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ന്യൂറോളജിസ്റ്റിൻ്റെ കൂടെയൊക്കെ നമ്മൾ റൗണ്ട്സ് പോകുന്ന സമയത്ത് ഡോക്ടർ പരാലിസിസ് ഉണ്ട് എന്ന് പറയുന്ന ആ പോർഷനിലെ ലിംബ്, അത് പ്രധാനമായിട്ടും അപ്പർ ലിംബ്, ഇപ്പോൾ കൈ ആണെന്നുണ്ടെങ്കിൽ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തിയതിന് ശേഷം താഴ്ത്തി ഇടുന്നതായിട്ട് കാണാം. ഇവിടെ ഇദ്ദേഹം ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പരാലിസിസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് സ്പാസ്റ്റിക് ആണോ അതോ ഫ്ലാസിഡിറ്റി ആണോ എന്നറിയാൻ വേണ്ടിയാണ്. ഫ്ലാസിഡ് ആണെന്നുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ റിലാക്സ്ഡ് ആയിരിക്കും, ആ ലിംബിന് വെയിറ്റ് കുറവായിരിക്കും, ഈസി ആയിട്ട് ഉയർത്താൻ പറ്റും. അതേസമയം സ്പാസ്റ്റിക് ആണെങ്കിൽ മസിൽ കൺട്രാക്ടർ ആയിരിക്കും, ആ ലിംബിന് വളരെ വെയിറ്റ് കൂടുതലായിരിക്കും ഫീൽ ചെയ്യുന്നത്, ഉയർത്താൻ കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്യും. അത് നോക്കിയതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇത് സ്പാസ്റ്റിക് പരാലിസിസ് ആണ് അല്ലെങ്കിൽ ഫ്ലാസിഡ് പരാലിസിസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ കൺസെപ്റ്റാണ്, എല്ലാ കേസിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്പൈനൽ കോഡ് ഇഞ്ചറിയായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഫ്ലാസിഡ് പരാലിസിസ് ആണ് കണ്ടുവരുന്നത്. അതേസമയം ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി വരുമ്പോൾ അതൊരു സ്പാസ്റ്റിക് ലെവലിലേക്ക് പോകും. ദെൻ ഈ സ്പൈനൽ കോഡ് ഇഞ്ചറിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഫ്ലാസിഡ് പരാലിസിസ് വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കണം. അവിടെ മസിൽ റിലാക്സേഷനാണ് സംഭവിക്കുന്നത്. മസിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിലാക്സ് ചെയ്ത് നിൽക്കുകയാണ്, കൺട്രാക്ട് ചെയ്യുകയല്ല. അപ്പോൾ മസിൽ സെല്ലിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ കാർഡിയോളജിക്കകത്ത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആദ്യം വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ വരും, പിന്നെ ഡയലറ്റേഷൻ വരും, ഹൈപ്പർട്രോഫി വരും. ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ലെവലിൽ എത്തുമ്പോഴത്തേക്ക് സെല്ലുകൾ വലിഞ്ഞു മുറുകി നിൽക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ലൈഫ് സ്പാൻ കുറയും, പെട്ടെന്ന് സെൽ ഡെത്ത് സംഭവിക്കും. ഇതേ സംഭവമാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. മസിൽ മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നു, റിലാക്സ് ചെയ്ത് നിൽക്കുന്നു, അത് പതുക്കെ പൊട്ടി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം ഇൻട്രാസെല്ലുലാറായിട്ട്, നമുക്കിനി ആൻസറിലേക്ക് വരാം. ഇൻട്രാസെല്ലുലാറായിട്ട് ഏറ്റവും കൂടുതലുള്ള മിനറൽ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. ഇത്തരത്തിലൊരു സാഹചര്യം ഫ്ലാസിഡ് പരാലിസിസിൽ വന്നു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് രക്തത്തിൽ ക്രമേണ ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസ് എന്ന് പറയുന്നത് ഹൈപ്പർ കലീമിയ എന്നുള്ളതാണ്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.